പത്തനംതിട്ട തിരുവല്ലയിൽ വീട്ടമ്മയെ വെർച്വൽ അറസ്റ്റിൽ ഇരുത്തി പണം തട്ടാനുള്ള ശ്രമം ബാങ്ക് ജീവനക്കാരുടെ ഇടപെടലിലൂടെ വിഫലമായി. 21.5 ലക്ഷം രൂപ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വീട്ടമ്മ ശ്രമിച്ചിരുന്നു. സംശയം തോന്നി ബാങ്ക് ജീവനക്കാർ ഇടപെടുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. നമ്മൾ വ്യാപകമായി കാണുന്ന ഒരു സൈബർ തട്ടിപ്പ്, ഡിജിറ്റൽ അറസ്റ്റ്. പല ആൾക്കാരും അത് സംഭവിച്ചിട്ടും പുറത്തു പറയാതിരിക്കുന്നു. ഈ ഒരു സീനിയർ ലേഡി ആയിരുന്നു, ബാങ്കിൽ വന്നു. ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു ബെനിഫിഷ്യറി നെയിമിൽ ഒരു മിസ്മാച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചത്. അപ്പം ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ വെളിയിൽ വന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു വാട്സപ്പ് കോളിലൂടെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആധാർ ഉപയോഗിച്ച് എന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവരതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ ആ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ്, ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫാമിലിയും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹാർഡ് ഏൺഡ് മണി ആയിട്ടുള്ള, അവരുടെ റിട്ടയർമെന്റ് ചെയ്ത ഒരു വനിതയാണത്. ആ തുക ഞങ്ങൾക്ക് കസ്റ്റമർ എബോവ് 60 ലേഡിയായിരുന്നു. അവർ വന്ന് ഓൾ ഓഫ് എ സഡൻ അവരുടെ സ്ഥിര നിക്ഷേപങ്ങൾ മുഴുവൻ പിൻവലിക്കണം, ഫിക്സഡ് ഡിപ്പോസിറ്റ് എല്ലാം പ്രീമച്വർ ക്ലോഷർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് മക്കൾക്ക് ഫ്ലാറ്റ് മേടിക്കാനാണ്, ഡൽഹിക്ക് അയക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അത് ക്ലോസ് ചെയ്ത് അക്കൗണ്ടിലോട്ടാക്കി കൊടുത്തു. അക്കൗണ്ടിലാക്കി കഴിഞ്ഞിട്ട് പണം കൈമാറാനായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫോം പൂരിപ്പിച്ച് തന്നപ്പോൾ മക്കളുടെ വ്യക്തികളുടെ പേര് പകരം അവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരാണ് കണ്ടത്. CK അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിലാൽ, തലനാരിഴയ്ക്കാണ് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ ഇത്രയധികം വാർത്തകളും മുന്നറിയിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടും അത് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. തിരുവല്ല മഞ്ഞാടി സ്വദേശിയായിട്ടുള്ള 68-കാരിയാണ് കബളിപ്പിക്കപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് പണം കൈമാറ്റം നടക്കാതിരുന്നത്. ഇന്നലെ രാവിലെ ബാങ്കിൽ എത്തുകയും 3 സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നുള്ള പണം പിൻവലിച്ച് മക്കളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെട്ടത്. മക്കളുടേതെന്ന തരത്തിൽ ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് നൽകിയ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ജീവനക്കാരൻ വിനോദ് ചന്ദ്രന് സംശയം തോന്നിയത്. ഒപ്പം തന്നെ ബാങ്കിൽ എത്തിയ വേളയിൽ തുടർച്ചയായി ഇവർക്ക് ഫോൺ കോളുകൾ വരികയും ഇവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ഒക്കെ തന്നെ വിനോദ് ചന്ദ്രന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ചോദിച്ചിട്ടും വീട്ടമ്മ കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. അതേസമയം ലഭ്യമായ അക്കൗണ്ടിന്റെ നമ്പർ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഉടമയായി കാണുന്നത് വടക്കേണ്ടിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ വിലാസമായിരുന്നു. ഇതോടുകൂടിയാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞു. അങ്ങനെ മൊബൈൽ ഫോണിൽ വന്ന അതോടൊപ്പം തന്നെ വീഡിയോ കോളിന്റെ വിശദാംശങ്ങളും പരിശോധിച്ചപ്പോൾ വീഡിയോ കോളിൽ ആ സമയം കണ്ട ദൃശ്യങ്ങൾ എന്നുള്ളത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള പേര് രേഖപ്പെടുത്തിയ പ്രതലം കൂടി ശ്രദ്ധയിൽ വന്നതോടുകൂടിയാണ് ഇത് തട്ടിപ്പാണെന്ന് ഉറപ്പിച്ചത്. തുടർന്ന് വീട്ടമ്മയുടെ മൊബൈൽ ഫോൺ വാങ്ങി വന്ന നമ്പറുകളൊക്കെ തന്നെ ജീവനക്കാർ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ 21 ലക്ഷം രൂപ കൈമാറ്റം ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. തിങ്കളാഴ്ച ഉച്ച മുതൽ ഇവർക്ക് വീഡിയോ കോളുകൾ വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഡിജിറ്റൽ അറസ്റ്റിൽ ആക്കുകയും അന്ന് രാത്രി 11:30 വരെ കോളുകൾ നീണ്ടുപോവുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച 5 മണിക്കും ഇത്തരത്തിലുള്ള കോളുകൾ എത്തുകയാണ് ഉണ്ടായത്. ഇവരുടെ അക്കൗണ്ടിലും അതോടൊപ്പം തന്നെ ആധാർ നമ്പറിലും തിരിമറി ഉണ്ടായെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ അക്കൗണ്ടിലെ പൂർണ്ണമായ പണം കൈമാറ്റം ചെയ്യണമെന്നുമാണ് തട്ടിപ്പ് സംഘങ്ങൾ. 21.5 ലക്ഷം രൂപയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന നിലയ്ക്ക് വിചാരിക്കുന്ന ഒരു പണം ഒക്കെ ആയിരിക്കും. വാർദ്ധക്യത്തിലേക്ക് ബാക്കി വെച്ചതോ മക്കളുടെ വിവാഹാവശ്യങ്ങൾക്കോ പഠനാവശ്യങ്ങൾക്കോ ബാക്കി വെച്ചതോ ഒക്കെ ആയിരിക്കാം. അത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പെട്ട് പേരറിയാത്ത, ഒരിക്കലും വീണ്ടും കിട്ടാത്ത ഇടങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കരുത് എന്ന് എത്ര മുന്നറിയിപ്പുകൾ വരുന്നു. കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ട് നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് സാധ്യമാകുന്നു, നമ്മൾ അതിനുകൊണ്ട് തലവെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന ഉള്ളിടത്താണ് നമ്മൾ എത്രത്തോളം സാമൂഹ്യമായ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടത്.